കരവിരുതിന്റെ താളമേളത്തിൽ കസാമിയ ഒരുക്കുന്ന രുചിയുടെ ഇന്ദ്രജാലം ഇനി കരുളായിലും. ഇനി ഓരോ നിമിഷവും രുചിച്ചറിയാം കസാമിയുടെ സ്വാദ്. കസാമിയ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ബൈപ്പാസ് റോഡ്, കരുളായി. അവർ ബ്രാഞ്ചസ് പൂക്കോട്ടുംപാടം, കാളികാവ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കാരണം ചതിയും വഞ്ചനയുമെന്ന് LDFന് ഒരു ആശങ്കയുമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലമ്പൂരിൽ LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്ന മുഖ്യമന്ത്രി PV അൻവറിനെ പേരെടുത്ത് പരാമർശിക്കാതെയാണ് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയത്. നമ്മളും ഒരു ചതിക്കിരയായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഏതായാലും അതില് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുന്നൊരു മുന്നണിയല്ല LDF. കാരണം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ, നല്ല വിജയപ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് LDFന് കഴിയുക. സ്വാതന്ത്ര്യ സമരത്തിനിടെ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷ് സൈന്യം ചതിയിലൂടെ പിടികൂടിയ ചരിത്രം പറഞ്ഞാണ് അൻവറിന്റെ കൂറുമാറ്റം മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. നിലമ്പൂരിന് ചതിയുടെ രാഷ്ട്രീയം നന്നായി അറിയാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. MLA ആയിരിക്കെ കൊല ചെയ്യപ്പെട്ട സഖാവ് കുഞ്ഞാലിയെ കേരളം വേദനയോടെ ഓർക്കുന്നു. വാര്യൻകുന്നത്തിന്റെ മണ്ണാണ് നിലമ്പൂരെന്നും അദ്ദേഹത്തെ ചതിച്ചയാളുടെ മണ്ണ് കൂടിയാണ് നിലമ്പൂരെന്നും ചതിയിൽ ആശങ്കപ്പെടുന്ന മുന്നണിയല്ല LDF എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുവെന്ന ബോധം ജനങ്ങൾക്കുണ്ടെന്നും ഓരോ ഘട്ടത്തിലും ജനങ്ങൾ ശരിയായ രീതിയിൽ LDFനുള്ള പിന്തുണ പ്രകടിപ്പിച്ചുവെന്നും പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി മറക്കുന്നവരല്ല LDF എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന് കിട്ടിയ സൽപ്പേരിൽ ഒന്ന് അഴിമതി കുറഞ്ഞ സംസ്ഥാനമെന്നതാണ്. അഴിമതി സ്വയമേവ കുറയുന്നതല്ല. അഴിമതിയുടെ കാര്യത്തിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് നിലപാട് വേണം. അതാണ് LDFനുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുസ്ലിം, ക്രിസ്ത്യൻ, ദളിത്, ആദിവാസി വിഭാഗങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ രാജ്യത്ത് കൂടി വരികയാണ്. ക്രിസ്ത്യൻ, മുസ്ലിം ആരാധനാലയങ്ങൾ തകർക്കപ്പെടുകയാണ്. ദളിത്, ആദിവാസി വിഭാഗങ്ങൾക്കെതിരെയുള്ള അക്രമം കഴിഞ്ഞ 5 വർഷം കൊണ്ട് 50% വർദ്ധിച്ചു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ അക്രമങ്ങൾ നടക്കുന്നത്. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിലും കുറവല്ല. എന്നാൽ കേരളത്തിൽ എല്ലാവർക്കും ശാന്തമായ ജീവിതമാണ്. വർഗീയ ശക്തികൾക്ക് ഇവിടെ തലപൊക്കാനാവുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം നിലമ്പൂർ മാത്രമല്ല കേരളം ഒന്നാകെ ഒരേ മനസ്സോടെ സ്വീകരിച്ചു. പൊതുപ്രവർത്തനം തുടങ്ങിയ നാൾ മുതൽ ക്ലീൻ ഇമേജുള്ളയാളാണ് സ്വരാജ്. ആരുടെ മുന്നിലും തലയുയർത്തി അഭിമാനത്തോടെ വോട്ട് ചോദിക്കാൻ സ്വരാജിനാവും. കറകളഞ്ഞ വ്യക്തിത്വം നിലനിർത്താൻ സ്വരാജിനായിട്ടുണ്ട്. സ്വരാജിന്റെ നല്ല തുടക്കമാണിതെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. സ്വരാജിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിൽ LDFക്കാർ മാത്രമല്ല ഇതേവരെ LDF പരിപാടികളിൽ പങ്കെടുക്കാത്തവരും കൂടുതലായി എത്തി. സ്ഥാനാർത്ഥിത്വം നാട് സ്വീകരിച്ചു എന്നതാണ് ഇത് കാണിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.